Good morning, students. എല്ലാവർക്കും നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എ റിലേഷൻ ഇൻ ദ സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മൂന്ന് ടൈപ്പ് റിലേഷൻ പഠിച്ചു. എ റിലേഷൻ ഇൻ എ ഈസ് കോൾഡ് an empty relation if r is equal to 5. It is called a universal relation if r is equal to a cross a, and it is called an identity relation IA if ordered pair AA such that A belongs to A. ഈ മൂന്ന് ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തുള്ള കുട്ടികളുണ്ടെങ്കിൽ അവര് ആദ്യം ഇതിന്റെ പാർട്ട് 1 കാണുക, എന്നാലേ ഇന്നത്തെ ക്ലാസ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം പാർട്ട് 1 കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻസ് തന്നെയാണ് പഠിക്കുന്നത് ഇന്നും. അപ്പൊ നാലാമത്തെ ടൈപ്പ് റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ. See, we are considering a relation R in A. A relation R in the set A is called a reflexive relation if A is related to A for every A belongs to the set A. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? For reflexive relation എന്ന് പറയുന്നത് A is related to A for every A belongs to A. That means for every element of the set A, each element should be related to itself. ഓരോ എലിമെന്റിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടാവണം. എല്ലാ എലിമെന്റിനും ഇത് ബാധകമാണ്. See, A is related to A എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഓരോ പെയർ A belongs to R. For all A belongs to A. അപ്പൊ എയിലെ എല്ലാ എലിമെന്റിനും എന്തുണ്ടാവണം? ഓർഡർ പെയർ ആറിൽ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാം? Reflexive relation. Reflexive relation means every element is related to itself. അപ്പോൾ റിലേഷൻ നമ്മൾ റിഫ്ലെക്സീവ് ആണോ നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു എലിമെന്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, രണ്ടാമത്തെ എലിമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ നോക്കുക ഓരോ എലിമെന്റിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടോ എന്നാണ് നോക്കുക. ഇപ്പോ A is equal to set 1, 2, 3. ഇതിലൊരു റിഫ്ലെക്സീവ് റിലേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? R is equal to set. See, every element should be related to itself. ഓരോ എലിമെന്റിനും അതിനോട് റിലേഷൻ ഉണ്ടാവണം. 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. അപ്പൊ ഏതൊക്കെ ഉണ്ടാവണം? 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം. ഇതൊരു എന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇതൊരു ഐഡന്റിറ്റി റിലേഷനുമാണ്, അല്ലെ? ഇത് എന്ത് റിലേഷനാണ്? ഐഡന്റിറ്റി റിലേഷനാണ്. സോ എവറി ഐഡന്റിറ്റി റിലേഷൻ ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ നിർബന്ധമായും കാണുക. ഇനി നോക്കാം നമുക്ക് R is equal to set 1 1 2 2 3 3 1 3. ഇതോ? So here also every element is related to itself. 1 is related to 1, 2 is related to 2, 3 is related to 3. അപ്പോ 1 2 3 എന്ന് പറഞ്ഞ സെറ്റ് ആണെങ്കിൽ അതിലൊരു റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്താണ്? 1 1 ഉം 2 2 ഉം 3 3 ഉം അതിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. അപ്പൊ 1 1 2 2 3 3 ഉണ്ടായിരിക്കണം. വേറെ ഏത് ഓർഡേർഡ് പെയർ ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ റിഫ്ലെക്സീവ് റിലേഷനിൽ നമുക്ക് പക്ഷേ ഈ ഐഡന്റിറ്റി റിലേഷൻ ഏത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ? 1 1 2 2 3 3 ഇത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ എലിമെന്റ് ഒന്നും ഉണ്ടാവരുത്. ഐഡന്റിറ്റി റിലേഷനിൽ എന്താ? ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ എവറി എലിമെന്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ് ഓൺലി. ഓരോ എലിമെന്റിനും അതിനോട് മാത്രമേ റിലേഷൻ ഉണ്ടാവുള്ളൂ. അതാണ് ഐഡന്റിറ്റി റിലേഷൻ. അപ്പൊ 1 1 2 2 3 3 1 2 3 എന്ന് പറഞ്ഞ സെറ്റ് ആണെങ്കിൽ 1 1 2 2 3 3 മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. വേറെ ഒറ്റ ഓർഡർ പേര് ഉണ്ടാവരുത്. പക്ഷേ റിഫ്ലെക്സീവ് റിലേഷൻ അങ്ങനെയല്ല. 1 1 2 2 3 3 ഇത് മൂന്നും നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഏത് പറഞ്ഞ സെറ്റ് 1 2 3 ആണെങ്കിൽ. വേറെ ഏതെങ്കിലും ഓർഡർ പെയർ ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പൊ അത് റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. അപ്പൊ ഇത് എന്ത് റിലേഷൻ ആണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. So this is a reflexive relation, but this is not a
what we can say identity relation. The reflexive relation ആണ്, പക്ഷെ ഇതെന്തല്ല identity relation അല്ല. So this is not an identity relation due to the presence of the ordered pair 1 3. ഈ 1 3 എന്ന് പറഞ്ഞ ordered pair ഉള്ളതുകൊണ്ട് ഇത് എന്ത് റിലേഷൻ അല്ല, ഐഡന്റിറ്റി റിലേഷൻ അല്ല. പക്ഷെ എന്ത് റിലേഷൻ ആണ്, റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ഇപ്പൊ നമുക്ക് പറയാം എല്ലാ ഐഡന്റിറ്റി റിലേഷനും റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. പക്ഷെ എല്ലാ റിഫ്ലെക്സീവ് റിലേഷനും എന്തല്ല, ഐഡന്റിറ്റി റിലേഷൻ ആവണമെന്നില്ല. ഇനി നോക്കാം, R is equal to 5 empty relation. 5 നമ്മൾ ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡിനോട്ട് ചെയ്യും. R is equal to 5. ഇതെന്ത് റിലേഷൻ ആണ്, ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. Suppose we are considering the set A is equal to set 1 2 3 and we are defining a relation 5, that is empty relation. Is it reflexive? ഇത് റിഫ്ലെക്സീവ് ആണോ? ഇത് റിഫ്ലെക്സീവ് അല്ല. എന്തുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല? A എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണ്. ഇതിൽ റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായും ഏതൊക്കെ ഉണ്ടാവണം, 1 1 2 2 3 3 ഉണ്ടാവണം. വേറെ ഓർഡർ പെയർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും കുഴപ്പമില്ല. ഏതൊക്കെ ഉണ്ടാവണം, 1 1 2 2 3 3 ഉണ്ടാവണം. That means every element should be related to itself. അപ്പൊ ഇത് empty relation എന്തില്ല, 1 1 2 2 3 3 ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എന്ത് റിലേഷൻ അല്ല, റിഫ്ലെക്സീവ് റിലേഷൻ. So empty relation is not a reflexive relation. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. Suppose we are considering the set of all straight lines in a plane. ഒരു പ്ലെയിനിലുള്ള നമ്മള് straight lines in set എടുക്കാം. And we are considering the relation is parallel to. Is parallel to എന്ന് പറഞ്ഞ റിലേഷൻ എടുക്കാം. ഇത് റിഫ്ലെക്സീവ് ആണ്. ഞാൻ പറഞ്ഞു റിഫ്ലെക്സീവ് എന്ന് പറയുന്ന റിലേഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ എലിമെന്റിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തെ എലിമെന്റ് നമ്മൾ എടുക്കില്ല. So we are considering the relation is parallel to in the set of all straight lines in a plane. The reflexive ആണ്. Is parallel to എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഏതാണ്, the set of all straight lines in a plane. ഒരു പ്ലെയിനിലുള്ള straight linesന്റെ സെറ്റ്. അതിൽ is parallel to എന്ന് പറഞ്ഞ റിലേഷൻ അത് റിഫ്ലെക്സീവ് ആണ്. എന്തുകൊണ്ടാണ്, every straight line is parallel to itself. Suppose L1 is a straight line, we can say that L1 parallel to L1. Suppose L2 is another straight line, so we can say that L2 is parallel to L2. So every straight line is parallel to itself. So is parallel to is reflexive. Why is parallel to one relation എന്താണ്, reflexive ആണ്. നമ്മൾ ഇതേ എക്സാമ്പിൾ എടുക്കാം, സെറ്റിന് എടുക്കാം. Suppose we are considering the set of all straight lines in a plane. ഒരു പ്ലെയിനിലുള്ള straight lines in a set എടുക്കാം. And we are considering the relation is perpendicular to. Is perpendicular to എന്ന് പറഞ്ഞ റിലേഷൻ എടുക്കാം. Is perpendicular to എന്ന് പറഞ്ഞ റിലേഷൻ അത് റിഫ്ലെക്സീവ് ആണ്. നമ്മൾ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ every element should be related to itself. Suppose we are considering a straight line L1. Can we say that L1 is parallel to L1? രണ്ടാമത്തെ straight line നമ്മൾ എടുക്കില്ല. So we cannot say that one straight line is perpendicular to itself. ഒരു straight line അതിനോട് തന്നെ perpendicular എന്ന് പറയാൻ പറ്റും. ഒരു straight line perpendicular വേറെ straight line ഉണ്ടാവാം. അപ്പൊ ഒരു straight line അതിനോട് തന്നെ perpendicular എന്ന് പറഞ്ഞാൽ ശരിയല്ല. So L1 is not perpendicular to L1. That means one straight line is not perpendicular to itself. Therefore, is perpendicular to is not reflexive. Is perpendicular to എന്നല്ല reflexive അല്ല. Suppose we are considering the relation less than. Suppose we are considering set of natural numbers and we are considering the relation less than. Is it a reflexive relation? Natural numbers നമ്മൾ സെറ്റ് എടുക്കാം, അത് നമ്മൾ less than എന്ന് പറഞ്ഞ റിലേഷൻ എടുക്കാം, അത് റിഫ്ലെക്സീവ് ആണ്. Reflexive means one element, each element should be related to itself. Natural numbers എന്ന സെറ്റ് ഏതാണ്, 1 2 3 etc. ഇതിൽ less than എന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്താവണം, 1 should be related to 1, 2 should be related to 2, 3 should be related to 3, 1 1 2 2 3 3 4 4 ആ എലിമെന്റ്സ് ഒക്കെ നിർബന്ധമായി ഉണ്ടാവണം. അപ്പൊ ഇവിടെ 1 should be less than 1, 1 less than 1 എന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയല്ല. നമുക്ക് എന്താ പറയാൻ പറ്റും, 1 is equal to 1 എന്നേ പറയാൻ പറ്റും. So less than എന്ന് പറയുന്നത് എന്തല്ല, റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. One element
less than is not reflexive. Less than relation and reflexive. So there is a concept of natural numbers. Suppose we are considering the relation less than or equal to. Is it reflexive or not? We can say that 1 less than or equal to 1. Shariya. 2 less than or equal to 2. Shariya. So every number is less than or equal to itself. Either number less than or equal to itself. 1 less than or equal to 1. What equal to 1 is equal to 1. 2 less than or equal to 2. What equal to therefore, the relation less than is not reflexive, but the relation less than or equal to is reflexive. So what do you mean by a reflexive relation? Reflexive relation means one element is related to itself. If we are considering the set A and the relation R in the set A is called a reflexive relation if A is related to A for every A belongs to A, or ordered pair A belongs to R for every A belongs to A. Now, all element relation until our relation in the relation reflexive relation. Another type of relation is a reflexive relation. Reflexive relation if A is related to A for every A belongs to A, or ordered pair A belongs to R for every A belongs to A. So let us go to the fifth type, that is symmetric relation. And jump to the symmetric relation. See, a relation we are defining a relation R in the set A. So a relation R in the set A is called a symmetric relation if A is related to B implies B is related to A. A is related to B implies B is related to A for every A, B belongs to A. See, A is related to B implies B is related to A. A to B relation B to A relation. Now, A is related to B in the ordered pair AB belongs to R. Ordered pair AB R. A is related to B implies ordered pair AB belongs to R. That implies B is related to A ordered pair B, A belongs to R. AB ordered pair B ordered pair 1, 2 ordered pair R 2, 1 relation symmetric relation. Symmetric is A is related to B. A to B relation B to A relation. One AB ordered pair relation BA ordered pair R. But AB ordered pair relation AB relation AB ordered pair, our relation illengilum, our relation in the relation symmetric relation. Problem AB, suppose AB does not belongs to R. If the relation R does not have ordered pair of the type AB, then also the relation R is symmetric. AB type A not equal to B, A B different order. About A not equal to B, AB in one ordered pair relation illengilum our relation and symmetric relation. AB undengil BA undavum. AB illengilum and symmetric relation. A is equal to set 1, 2, 3. Set 1, 1, 2, 2, 3, 3. This relation now. This relation, in the relation, this is an identity relation, and next we have seen that this is a reflexive relation. Here we can say that this is a symmetric relation also. Here relation in the relation now. Symmetric relation now. This is symmetric. So identity relation is a symmetric relation. This is symmetric don't have AB illa. But A 1, 1, 2, 2, 3, 3. A
മാത്രമേ ഉള്ളൂ, എ ബി ഇല്ല. എ ബി ഇല്ലെങ്കിലും എന്താവും? സിമെട്രിക് ആവും. പക്ഷെ എ ബി ഉണ്ടെങ്കിൽ ഏതുണ്ടാവണം? ബി എയും ഉണ്ടാവണം. ഉദാഹരണത്തിന് വേറൊരു റിലേഷൻ നോക്കാം. 1 2 2 1. ഈ റിലേഷൻ ഓഫ് 1 2 2 1. So here 1 is related to 2 and 2 is related to 1. So this is symmetric. ഇവിടെ എ ബി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഇത് ഉണ്ടാവണം, ബി എയും ഉണ്ടാവണം. അപ്പൊ ഈ റിലേഷൻ എന്ത് റിലേഷൻ ആണ്? സിമെട്രിക് റിലേഷൻ ആണ്. See, empty relation phi. We are considering the set A is equal to set 1 2 3 and we are considering the empty relation phi. Empty relation phi എന്ത് റിലേഷൻ ആണ്? സിമെട്രിക് റിലേഷൻ ആണ്. കാരണം അവിടെ എന്തില്ല? എ ബി ഇല്ല. എ ബി എന്ന് പറഞ്ഞ ഓർഡർ പെയർ ഇല്ലെങ്കിലും ഏതുണ്ടാവും? ഏതായിരിക്കും? സിമെട്രിക് റിലേഷൻ ആവും. പക്ഷെ ഇവിടെ കണ്ടീഷൻ എന്താ വെച്ചാൽ എ ബി ഉണ്ടെങ്കിൽ ഏതുണ്ടാവണം? ബി എ ഉണ്ടാവണം. എ ബി ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇല്ലെങ്കിലും അത് സിമെട്രിക് റിലേഷൻ ആയിരിക്കും. ഫൈ എന്ന് പറയുന്നത് എന്ത് റിലേഷൻ ആണ്? സിമെട്രിക് റിലേഷൻ ആണ്. അപ്പൊ നോക്കാം, നമുക്ക് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓർഡർ പെയർ 1 2 2 1 1 3. ഇത് സിമെട്രിക് റിലേഷൻ ആണ്. 1 2 2 1. 1 2 ഉണ്ട്, 2 1 ഉണ്ട്. പക്ഷെ 1 3 ഉണ്ട്, ഏതില്ല? 3 1 ഇല്ല. 1 is related to 3 implies 3 should be related to 1. 1 3 ഉണ്ടെങ്കിൽ ഏത് ഉണ്ടാവണം? 3 1 ഉണ്ടാവണം. ഇവിടെ 3 1 ഇല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? സിമെട്രിക് റിലേഷൻ അല്ല. നമുക്ക് നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ നോക്കാം. അപ്പൊ എ ബി എന്ന് പറഞ്ഞ റിലേഷൻ, എ ബി എന്ന് പറഞ്ഞ ഓർഡർ പെയർ റിലേഷൻ ഉണ്ടെങ്കിൽ ഏത് ഉണ്ടാവണം? ബി എയും ഉണ്ടാവണം. എ ബി എന്ന് പറഞ്ഞ റിലേഷൻ ഇല്ലെങ്കിലും ആ റിലേഷൻ എന്താവും? എ ബി എന്ന് പറഞ്ഞ ഓർഡർ പെയർ ഇല്ലെങ്കിലും ആ റിലേഷൻ എന്ത് റിലേഷൻ ആയിരിക്കും? സിമെട്രിക് റിലേഷൻ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഫൈൽ എ ബി എന്ന് പറഞ്ഞ റിലേഷൻ ഇല്ല, സോറി എ ബി എന്ന് പറഞ്ഞ ഓർഡർ പെയർ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫൈ എന്ത് റിലേഷൻ ആണ്? സിമെട്രിക് റിലേഷൻ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞ ഓർഡർ പെയർ മാത്രമേ ഉള്ളൂ, എ ബി എന്ന് പറഞ്ഞ റിലേഷൻ ഇല്ല. അപ്പൊ ഇത് ഐഡന്റിറ്റി റിലേഷൻ ആണ്. അപ്പൊ ഇതും സിമെട്രിക് റിലേഷൻ ആണ്. പക്ഷെ ഇവിടെ എ ബി ഉണ്ട്, അതുകൊണ്ട് ബി എയും ഉണ്ടാവണം. 1 2 ഉണ്ട്, 2 1 ഉണ്ട്, അത് സിമെട്രിക് റിലേഷൻ ആണ്. ഇവിടെ 1 2 ഉണ്ട്, 2 1 ഉണ്ട്, പക്ഷെ 1 3 ഉണ്ട്, 1 3 ഉണ്ട്, പക്ഷെ ഇതില്ല, 3 1 ഇല്ല. അതുകൊണ്ട് ഇതെന്തല്ല? സിമെട്രിക് റിലേഷൻ അല്ല. അപ്പൊ എ ബി ഉള്ളപ്പോഴൊക്കെ ഏതും ഉണ്ടാവണം? ബി എയും ഉണ്ടാവണം. അങ്ങനെയുള്ള റിലേഷനാണ് നമ്മൾ എന്ത് പറയാം? സിമെട്രിക് റിലേഷൻ എന്ന് പറയാം. സോ എ റിലേഷൻ ആർ in the set A is called a symmetric relation if A related to B implies B related to A, or AB belongs to R implies BA belongs to R. നമുക്ക് നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ എടുക്കാം. Suppose we are considering the set of all straight lines in a plane. ഒരു പ്ലെയിനിലുള്ള സ്ട്രെയിറ്റ് ലൈൻസിന്റെ സെറ്റ് എടുക്കാം. നമ്മൾ ഈസ് പാരലൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ, ഈസ് പാരലൽ ടു ഈ റിലേഷൻ എടുക്കാം. It is clearly symmetric. Why it is symmetric? Because suppose we are considering the relation, so considering the elements L1 and L2. L1 and L2 belongs to the set. So L1 parallel to L2 implies L2 parallel to L1. L1 L2 parallel ആണെങ്കിൽ L2 L1 നും parallel ആണ്. So the relation is parallel to is symmetric relation. കാരണം A is related to B implies B is related to A. L1 parallel to L2 implies L2 parallel to L1. So is parallel to is symmetric. So is parallel to എന്താണ്? Symmetric ആണ്. Is perpendicular to is perpendicular to is again symmetric because L1 perpendicular to L2 implies L2 perpendicular to L1. L1 L2 ന് perpendicular ആണെങ്കിൽ L2 L1 ന് perpendicular ആയിരിക്കും. A related to B implies B related to A. So the relation is perpendicular to in the set of all straight lines in a plane is a symmetric relation. See, how about the relation less than or equal to? Suppose we are considering the set of natural numbers and we are considering the relation less than or equal to. Set of natural numbers where we can have less than or equal to the relation. That is symmetric. That is symmetric. A less than or equal to B implies B less than or equal to A. A related to B implies B related to A. That is symmetric.
അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷൻ സിമെട്രിക് ആവണമെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇംപ്ലൈസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ. ഇത് ശരിയാണോ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇംപ്ലൈസ് വാട്ട്? ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്നല്ല എഴുതാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയാം. സോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി does not imply b less than or equal to a. So a related to b does not imply b related to a. So the relation less than or equal to is not symmetric relation. What is symmetric relation? A is related to b implies b is related to a. Or ordered pair AB belongs to R implies ordered pair BA belongs to R. A ക്ക് B യോട് റിലേഷൻ ഉണ്ടെങ്കിൽ B ക്ക് A യോടും റിലേഷൻ ഉണ്ടാവണം. AB എന്ന് പറഞ്ഞ ഓർഡേഡ് പേര് ഉണ്ടെങ്കിൽ ഏതും ഉണ്ടാവണം? BA യും ഉണ്ടാവണം. AB എന്ന് പറഞ്ഞ ഓർഡേഡ് പേര് ഉണ്ടെങ്കിൽ മാത്രമേ BA ഉണ്ടാവണം എന്ന് പറയാൻ പറ്റുള്ളൂ. AB എന്ന് പറഞ്ഞ ഓർഡേഡ് പേര് ഇല്ലെങ്കിലും ആ റിലേഷൻ എന്താവും? സിമെട്രിക് റിലേഷൻ ആവും. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ. ഇനി ആറാമത്തെ ടൈപ്പ് റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ. See, a relation R in the set A is called a transitive relation if A is related to B and B is related to C implies A is related to C for all A, B, C belongs to the set A. So A is related to B and B is related to C implies A is related to C. നമുക്ക് A ക്ക് B യോട് റിലേഷൻ ഉണ്ട്, ബിക്ക് സിയോട് റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്ക് സിയോടും റിലേഷൻ ഉണ്ടാവും. എല്ലാ എ ബി സിക്കും ഈ സെറ്റിലെ എ എന്ന് പറഞ്ഞ സെറ്റിലെ നമുക്ക് എക്ക് ബിയോട് റിലേഷൻ ഉണ്ട്, ബിക്ക് വേറെ എലമെന്റ് സിയോട് റിലേഷൻ ഉണ്ട്. നമുക്ക് എക്ക് ബിയോട് റിലേഷൻ ഉണ്ട്, ബിക്ക് വേറെ എലമെന്റ് സിയോട് റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എക്ക് സിയോട് റിലേഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള റിലേഷനാണ് നമ്മൾ എന്ത് പറയാം? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. See, if A is related to B, that means ordered pair AB belongs to R. A is related to B എന്ന് പറഞ്ഞാൽ എന്താണ്? Ordered pair AB belongs to R. B is related to C means ordered pair BC belongs to R. That means A is related to C എന്ന് പറഞ്ഞാൽ അർത്ഥം ordered pair AC belongs to R. ഇപ്പൊ നമുക്ക് എക്ക് ബിയോട് റിലേഷൻ ഉണ്ടെങ്കിൽ എ ബി എന്ന് പറഞ്ഞ ഓർഡേഡ് പേര് ഉണ്ടാവണം. ബിക്ക് സിയോട് റിലേഷൻ ഉണ്ടെങ്കിൽ ബി സി എന്ന് പറഞ്ഞ ഓർഡേഡ് പേര് ഉണ്ടാവണം. എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ഏത് ഓർഡേഡ് പേരും ഉണ്ടാവണം? എ സി എന്ന് പറഞ്ഞ ഓർഡേഡ് പേരും ഉണ്ടാവണം. അങ്ങനെയാണ് ആ റിലേഷൻ നമ്മൾ എന്ത് റിലേഷൻ എന്ന് പറയും? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. നമുക്ക് ഇവിടെ എക്ക് ബിയോട് റിലേഷൻ, ബിക്ക് സിയോട് റിലേഷൻ, അങ്ങനെയാണെങ്കിൽ എക്ക് സിയോട് റിലേഷൻ ഉണ്ടാവണം. അങ്ങനെയുള്ള റിലേഷനാണ് എന്താ പറയാ? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. സോ എ റിലേഷൻ R in the set A is called a transitive relation if A is related to B and B is related to C implies A is related to C. Or ordered pair AB and BC belongs to R implies ordered pair AC belongs to R. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ മാത്രം എ സി ഉണ്ടാവണം നിർബന്ധമുള്ളൂ. അപ്പൊ അതിനർത്ഥം എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ഏത് നിർബന്ധമായിട്ട് ഉണ്ടാവണം? എ സി ഉണ്ടാവണം. എ ബിയും ബി സിയും ഇല്ലെങ്കിലും ആ റിലേഷൻ എന്താവും? ട്രാൻസിറ്റീവ് റിലേഷൻ ആവും. സപ്പോസ് എ ബി ആൻഡ് ബി സി ഡസ് നോട്ട് ബിലോങ് ടു ആർ. എ ബിയും ബി സിയും ആറിൽ ഇല്ലെങ്കിലും ആ റിലേഷൻ എന്താവും? ട്രാൻസിറ്റീവ് റിലേഷൻ ആവും. ദാറ്റ് മീൻസ് ഇഫ് ദ റിലേഷൻ ആർ ഡസ് നോട്ട് ഹാവ് ഓർഡേഡ് പെയർസ് like AB and BC, then only the relation R, then also the relation R will be transitive. അപ്പോൾ AB BC ഉണ്ടെങ്കിൽ AC ഉണ്ടാവണം, AB BC ഇല്ലെങ്കിലും അതെന്താവും? ട്രാൻസിറ്റീവ് റിലേഷൻ ആവും. അപ്പോൾ നമുക്ക് ഐഡന്റിറ്റി റിലേഷൻ നോക്കാം. ഐഡന്റിറ്റി റിലേഷൻ ഇൻ ദ സെറ്റ് A is equal to 1 1 2 2 3 3. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. കാരണം നമ്മുടെ A മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടു ഇത് ഐഡന്റിറ്റി റിലേഷൻ ആണ്, റിഫ്ലെക്സീവ് റിലേഷൻ ആണ്, സിമെട്രിക് റിലേഷൻ ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നു ഇത് ട്രാൻസിറ്റീവ് റിലേഷനും ആണ്. ഇവിടെ നമുക്ക് 1 is related to 1, 2 is related to 2, 3 is related to 3. ഇവിടെ A എന്ന് പറഞ്ഞ ഓർഡർ പേര് മാത്രമേ ഉള്ളൂ. ഏതില്ല? A B
relation എടുക്കാം. R is equal to set 1 2 2 3 1 3. ഈ relation എന്താണ്? This is clearly transitive because 1 is related to 2 and 2 is related to 3. Because 1 is related to 2, 1 is related to 2. പിന്നെ നമ്മൾ ഏത് ഓർഡർ പേരാണ് നോക്കേണ്ടത്? 2 ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓർഡർ പേരാണ് നോക്കേണ്ടത്. 2 2 അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഓർഡർ പേര് നോക്കുക. So 1 is related to 2, അപ്പോൾ 2 is related to 3. അപ്പോൾ 1 is related to 2, 2 is related to 3 ആണെങ്കിൽ എന്താവണം? 1 is related to 3 ആവണം. 1 3 എന്ന് പറഞ്ഞ ഓർഡർ പേരുണ്ട്. അപ്പോൾ 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് 1 3 എന്ന് പറഞ്ഞ ഓർഡർ പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻ എന്ത് റിലേഷൻ ആണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. അപ്പൊ എ ബിയും ബി സിയും ഉള്ളപ്പോഴൊക്കെ ഏതും ഉണ്ടാവണം? എ സിയും ഉണ്ടാവണം. അങ്ങനെ റിലേഷൻ നമ്മൾ എന്താ പറയാ? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. സോ എ is equal to set 1 2 3. So let us consider the relation R is equal to set 1 2 2 3 1 3 3 3 and 3 2. How about this relation? This is clearly a relation in the set A. So is this relation transitive? So നമുക്ക് 1 2 2 3 ഉണ്ട്. 1 2 കഴിഞ്ഞാൽ പിന്നെ 2 ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പൊ 1 2 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പൊ എന്താവണം? 1 3 ഉണ്ടാവണം. 1 3 ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് 1 3 ഉണ്ട്, 3 2 ഉണ്ട്. നോക്കുക 1 is related to 3. പിന്നെ 3 ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നോക്കുക. 3 ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 3 ഉണ്ട്. 1 is related to 3, 3 is related to 3 എന്ന് പറഞ്ഞാൽ 1 is related to 3. 1 3 ഉണ്ടാവും. 1 3 ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ 1 is related to 3, 1 3 ഉണ്ട്. പിന്നെ നമുക്ക് 3 is related to 2. നമുക്ക് 1 is related to 3, പിന്നെ 3 ൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 3 3 ആണ്. പിന്നെ ഉള്ളത് 3 2 ആണ്. 1 is related to 3, 3 is related to 2. അപ്പൊ എന്താവണം? 1 is related to 2 ആവണം. അപ്പൊ 1 2 ഉണ്ട്. Is it clear? നമുക്ക് 1 3 ഉണ്ട്, 3 2 ഉണ്ട്. 1 3 പിന്നെ 3 ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. 3 ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ രണ്ടെണ്ണേ ഉള്ളൂ. ഇപ്പൊ 1 3 ഉണ്ട്, 3 3 ഉണ്ടെങ്കിൽ ഈ 1 3 ഉണ്ടാവണം. 1 3 ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ 1 3 ഉണ്ട്, 3 2 ഉണ്ട്. നമുക്ക് 1 3 3 2. അപ്പൊ 1 3 ഉണ്ട്, പിന്നെ 3 ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 2 ആണ്. അങ്ങനെയാണെങ്കിൽ 1 2 ഉണ്ടാവണം. 1 2 ഇവിടെ ഉണ്ട്. എങ്ങനെ എവിടെയൊക്കെ എ ബിയും ബി സിയും ഉണ്ടാവണോ ഉണ്ടോ അപ്പോഴൊക്കെ എന്തുണ്ടാവണം? എ സിയും ഉണ്ടാവണം. വേറെ നമ്മൾ നോക്കാം. നമുക്ക് 2 3 ഉണ്ട്, 2 3 എന്ന് പറഞ്ഞ ഓർഡർ പേരുണ്ട്. 3 2 ഇല്ലേ? 2 3 എന്ന് പറഞ്ഞ ഓർഡർ പേരുണ്ട്. പിന്നെ 3 ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് 2 3 എന്ന് പറഞ്ഞ ഓർഡർ പേരുണ്ട്. 3 2 ഉണ്ട്. നമുക്ക് 2 is related to 3, പിന്നെ 3 ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. 3 is related to 2. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? 2 2 എന്ന് പറഞ്ഞ ഓർഡർ പേര് വേണം. 2 3 then 3 2. അപ്പൊ ഏത് വേണം? 2 2 വേണം. 2 2 എന്ന് പറഞ്ഞ ഓർഡർ പേര് ഉണ്ടോ? 2 2 എന്ന് പറഞ്ഞ ഓർഡർ പേരില്ല. അപ്പൊ ഈ റിലേഷൻ എന്തല്ല? ഈ റിലേഷൻ എന്തല്ല? ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. അപ്പൊ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയണമെങ്കിൽ എപ്പോഴൊക്കെ എ ബിയും ബി സിയും ഉണ്ടോ അപ്പോഴൊക്കെ എന്തുണ്ടാവണം? എ സി ഉണ്ടാവണം. അപ്പൊ റിലേഷൻ ട്രാൻസിറ്റീവ് അല്ലാതെ കാണിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വന്നാൽ മതി. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടത് ട്രാൻസിറ്റീവ് അല്ലാതെ പറഞ്ഞത്? 2 3 ഉണ്ട്, 2 3 ഉണ്ട്, പിന്നെ ഏതുണ്ട്? 3 2 ഉണ്ട്. 3 2 ആണ്. അപ്പൊ 2 3 പിന്നെ 3 ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 2 ഉണ്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെയും അവസാനത്തെയും നോക്കാം. 2 2 വേണം. 2 2 എന്ന് പറഞ്ഞ ഓർഡർ പേരില്ല അതിനകത്ത്. അപ്പൊ ഇത് റിലേഷൻ എന്ത് റിലേഷൻ അല്ല? ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല. So transitive means A is related to B and B is related to C implies A is related to C. Ordered pair AB and BC belongs to R implies ordered pair AC belongs to R. ഇത് നമുക്ക് വേറെ റിലേഷൻ നോക്കാം. Is parallel to നമ്മൾ നേരത്തെ കഴിച്ച is parallel to. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ സ്ട്രെയിറ്റ് ലൈൻസ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലുള്ള സ്ട്രെയിറ്റ് ലൈൻസിന്റെ സെറ്റ് എടുക്കാം. അവിടെ നമ്മൾ ഈസ് പാരലൽ ടു എന്ന് പറഞ്ഞ റിലേഷൻ എടുക്കാം. അത് ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ നമുക്ക് 3 എലിമെന്റ് വേണം. L1 L2 and L3. So let us assume that L1 എന്ന് പറഞ്ഞ ലൈൻ is parallel to L2 and let us assume that L2 is parallel to L3. എന്തായിരിക്കും? L1
is parallel to L3 equally. Okay, the L1 one line, the L2 one line, the L3 one line, L1, L2 parallel, L2, L3 parallel, L1 and parallel, L3 parallel. So the relation is parallel to is transitive. Isn't it? How about the relation less than? Suppose we are considering the set of natural numbers and we are considering the relation less than. Is it transitive? It is clearly transitive because let us assume that A less than B. A and B are two natural numbers. A less than B and B less than C implies A will be less than C. Okay? A ekal koodudalana B. B ekal koodudalana C. Anganeyanankil A ekal koodudalaയിരിക്കില്ല C. So 1 less than 2 and 2 less than 3 implies 1 less than 3 equally. So the relation less than is transitive. Less than is the relation is transitive one. So transitive means A is related to B and B is related to C implies A is related to C. Now we identity relation. Identity relation is IA. In the set A, identity relation is 1, 1, 2, 2, 3, 3. Now this identity relation is reflexive. Symmetric. Transitive. So this identity relation in the set A is reflexive, symmetric and transitive. So a relation which is reflexive, symmetric and transitive is called an equivalence relation. So the seventh type of relation is equivalence relation. Equivalence relation. So what do you mean by an equivalence relation? A relation R in the set A is called an equivalence relation if R is reflexive, symmetric and transitive. So give me an example for an equivalence relation. The identity relation is an equivalence relation because identity relation is reflexive, symmetric and transitive. How about the relation is parallel to? Is parallel to is reflexive relation because one straight line is parallel to itself. It is symmetric because L1 parallel to L2 implies L2 parallel to L1. And also we have seen that it is transitive. So the relation is parallel to in the set of all straight lines in a plane is reflexive, symmetric and transitive. Therefore is parallel to is an equivalence relation. Isn't it? So this is a board examination question. See, what should be the minimum number of ordered pairs? You just take down the question. What should be the minimum number of ordered pairs to form a reflexive relation in a set of n elements? That should be the minimum number of ordered pairs in a set of n elements to form a reflexive relation. Now look at ഒരു സെറ്റിൽ n എലിമെന്റ്സ് എന്ത് വിചാരിക്കുക, അതിലൊരു റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ മിനിമം എത്ര എലിമെന്റ്സ് ഉണ്ടാവണം എന്നാ ചോദ്യം. മിനിമം എത്ര ഓർഡേർഡ് പെയർ ഉണ്ടാവണം? സെറ്റിലെ എലിമെന്റ്സ് എന്നാൽ ഓർഡേർഡ് പെയർ. അപ്പൊ നമുക്ക് n എലിമെന്റ്സ് ഉള്ള സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? സെറ്റ് 1, 2, 3 എക്സെട്ര n. ഇങ്ങനെ n എലിമെന്റ്സ് ഉള്ള സെറ്റ്. ഈ n എലിമെന്റ്സ് ഉള്ള സെറ്റില് ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ ആ റിഫ്ലെക്സീവ് റിലേഷനിൽ മിനിമം എത്ര ഓർഡേർഡ് പെയർ ഉണ്ടാവണം എന്നാ ചോദ്യം. മിനിമം എത്ര ഓർഡേർഡ് പെയർ ഉണ്ടാവണം? റിഫ്ലെക്സീവ് റിലേഷൻ ആണെങ്കിൽ എന്താണ്? ഈച്ച് എലിമെന്റ് ഷുഡ് ബി റിലേറ്റഡ് ടു ഇറ്റ്സെൽഫ്. അപ്പൊ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞത് n എലിമെന്റ്സ് ഉള്ള സെറ്റ്. നമ്മൾ തൽക്കാലം n എലിമെന്റ്സ് നമുക്ക് 1, 2, 3 എക്സെട്ര n എടുക്കാം. The question is what should be the minimum number of ordered pairs to form a non-zero reflexive relation in a set of n elements. അപ്പോൾ n elements ഉള്ള സെറ്റിൽ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ മിനിമം എത്ര ഓർഡേർഡ് പെയർ ഉണ്ടാവണം എന്നാണ് ആ റിലേഷൻ. മിനിമം എത്ര ഓർഡേർഡ് പെയർ ഉണ്ടാവണം? ഇതിൽ റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ മിനിമം ഏതൊക്കെ ഓർഡേർഡ് പെയർ ഉണ്ടാവണം? 1, 1, 2, 2, 3, 3, 4, 4 എക്സെട്ര അപ് ടു n. എത്ര ഓർഡേർഡ് പെയർ ഉണ്ടാവണം? n ഓർഡേർഡ് പെയർ മിനിമം ഉണ്ടാവണം. ഇതല്ലാത്ത ഓർഡേർഡ് പെയറും ഉണ്ടാവാം. ഏതൊക്കെ ഉണ്ടാവും? 1,
ഉണ്ടാവണം? n എലിമെന്റ്സ് ഉണ്ടാവണം. ഇവിടെ നമുക്ക് 3 എലിമെന്റ്സ് ആണ് ഈ സെറ്റിൽ. ഈ സെറ്റിൽ ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായിട്ടും ഏതൊക്കെ എലിമെന്റ്സ് ഉണ്ടാവണം? 1 1 2 2 3 3. ഇത് മൂന്നും നിർബന്ധമായിട്ട് ഉണ്ടാവണം. എന്നാൽ റിഫ്ലെക്സീവ് റിലേഷൻ ആയി. അതല്ലാതെ ഉണ്ടാവാം. 1 1 2 2 3 3 അല്ലാതെ 1 3 2 3 ഇതൊക്കെ ഉണ്ടെങ്കിലും അതെന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. അപ്പൊ അതുകൊണ്ടാണ് മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയർസ് എന്നത്. മിനിമം ഏതൊക്കെ ഉണ്ടാവണം? 1 1 2 2 3 3 ആണ്. മിനിമം 3 ഓർഡേർഡ് പെയർ ഉണ്ടാവണം. അപ്പൊ n എലിമെന്റ്സ് ഉള്ള സെറ്റില് റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ടാവണമെങ്കിൽ മിനിമം എത്ര ഓർഡേർഡ് പെയർ ഉണ്ടാവണം? n ഓർഡേർഡ് പെയർസ് ഉണ്ടാവണം. അതായത് ഓരോ സെറ്റിലും ഈ സെറ്റിലെ ഓരോ എലിമെന്റിനും അതിനോട് റിലേഷൻ ഉണ്ടാവണം. 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം, n ഉണ്ടാവണം. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടത്, നമ്മളിപ്പോ 2 വീഡിയോസിലായിട്ട് കണ്ടത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മളിപ്പോ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ a relation R in the set A is an empty relation if R is equal to 5. R is equal to 5 ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? empty relation എന്ന് പറയും. It is called a universal relation if R is equal to A cross A. Every subset of A cross A is a relation in the set A. So if R is equal to A cross A itself, then such a relation is called a universal relation. R എന്ന് പറഞ്ഞാൽ A cross A തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയും. ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? IA is equal to set AA such that A belongs to A. That means every element is related to itself. See, it is called a reflexive relation if A is related to A for every A belongs to A. That means ordered pair AA belongs to R. It is symmetric relation if A related to B and A related to B implies B related to A. That means AB belongs to R implies BA belongs to R. It is called a transitive relation if A related to B and B related to C implies A related to C. That means ordered pair AB and BC belongs to R implies AC belongs to R. It is called an equivalence relation if R is reflexive, symmetric and transitive. അപ്പോ തൽക്കാലം ടൈപ്സ് ഓഫ് റിലേഷൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ടൈപ്സ് ഓഫ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ